ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? എ. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ബി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. സി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. ഡി. മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയും ഏറ്റവും അധികം തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ള ഭരണഘടനയും ഇന്ത്യയുടേതാണ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയും ഏറ്റവും അധികം തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ള ഭരണഘടനയും ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെയും അതിനുള്ള നടപടിക്രമങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെയും അതിൻ്റെ നടപടിക്രമങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. ഭരണഘടനയുടെ ഭേദഗതിയുടെ സങ്കീർണത ഒഴിവാക്കാനായി അവയിലെ വിവിധ വകുപ്പുകളെ 3ആയി വിഭജിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ ഭേദഗതിയിലുള്ള സങ്കീർണത ഒഴിവാക്കാനായി അവയുടെ വിവിധ വകുപ്പുകളെ 3ആയി വിഭജിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമാണ് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യുന്നവ. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യുന്നവ അതെന്ന് പറയുന്നത് ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ, സ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവ സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളും, സംസ്ഥാനങ്ങളിലെ ഉപരിസഭ നിർത്തലാക്കുക എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. അപ്പോൾ ഒന്നാമത്തതാണ്, അതായത് ഭരണഘടനാ ഭേദഗതി സങ്കീർണത ഒഴിവാക്കാനായി അവയിലെ വിവിധ വകുപ്പുകളെ 3ആയി വിഭജിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ, പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ പകുതിയോളം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരത്തോടെ ഭേദഗതി ചെയ്യാവുന്ന. അപ്പം 3 തരത്തിലുള്ള ഭേദഗതികളാണ് ഉള്ളത്. പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ, പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ, പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ പകുതിയോളം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ. അപ്പം ഇതിൽ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവ സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളും, സംസ്ഥാനങ്ങളിലെ ഉപരിസഭ നിർത്തലാക്കുക എന്നിവ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവയാണ് ഇന്ത്യൻ പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവ സംബന്ധിച്ച നിയമങ്ങളും വ്യവസ്ഥകളും, സംസ്ഥാനങ്ങളിലെ ഉപരിസഭ നിർത്തലാക്കുക എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നു. പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവ,
മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളെയും പറ്റിയുള്ള കാര്യങ്ങൾ ഇവയിൽ പെടുന്നു. മൗലിക അവകാശങ്ങളെയും മാർഗനിർദ്ദേശ തത്വങ്ങളെയും പറ്റിയുള്ള കാര്യങ്ങൾ ഇവയിൽ പെടുന്നു. അതായത് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഭേദഗതി ചെയ്യാവുന്നവയാണ് മൗലിക അവകാശങ്ങളെയും മാർഗനിർദ്ദേശ തത്വങ്ങളെയും പറ്റിയുള്ള കാര്യങ്ങൾ ഇവയിൽ പെടുന്നു. ഇതിന് 2/3 ഭൂരിപക്ഷമാണ് വേണ്ടത്. അപ്പം പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ന് പറയുമ്പം 2/3 ഭൂരിപക്ഷമെങ്കിലും വേണം. പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ പകുതിയോളം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരത്തോടെ ഭേദഗതി ചെയ്യാവുന്നവയാണ് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സംബന്ധിച്ച വ്യവസ്ഥകളും സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന പ്രധാന അധികാരങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ഇവയിൽ പെടുന്നു. അപ്പം പ്രത്യേക ഭൂരിപക്ഷത്തിന് പുറമെ പകുതിയോളം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരത്തോടെ ഭേദഗതി ചെയ്യുന്നവയാണ് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സംബന്ധിച്ച വ്യവസ്ഥകളും സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന പ്രധാന അധികാരങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളും ഇവയിൽ പെടുന്നു.